പോകുന്ന വഴിയിലെ മനോഹരമായ ചെമ്പരത്തിപ്പൂ. എനിക്ക് ഈ പൂവിനെ വലിയ ഇഷ്ടമാണ്. പൂക്കളെല്ലാം വലിയ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ചെമ്പരത്തി, റോസ് അങ്ങനെയുള്ള പുഷ്പങ്ങളെയൊക്കെ ഇഷ്ടമാണ്. അവളെ തുറന്ന് വിട്ടില്ല, കോഴിയെ. അവളെ പട്ടിയുടെ ഭയങ്കര ശല്യമാണ്, അതുകൊണ്ട് അടച്ചിട്ടേക്കുകയാണ്. ഇവിടെ പച്ച വലയെല്ലാം ഇട്ട് മൂടി കെട്ടിയേക്കുവാണ് കോഴിക്കോട്, വല്ല ജീവികളും കൊണ്ടുപോകാതിരിക്കാനും വേണ്ടി. ഇത് ഞാൻ കുഴിച്ചു വെച്ച വാഴയാണ്. 2 ഇലയായിട്ടുണ്ട്. ഇനി ഇതിനെ തടം വലിക്കണം. ഇങ്ങനെ 5-6 മൂട് ഞാൻ വാഴ വെച്ചിട്ടുണ്ട്. ഇതാണ് കോലിഞ്ചി എന്ന് പറയുന്നത്. കോലിഞ്ചി എന്നും മലയിഞ്ചി എന്നും പേരുള്ള ഞങ്ങളുടെ ഈ നാട്ടിൽ കൂടുതലായിട്ടും കൃഷി ചെയ്യുന്ന ഒരു സസ്യമാണ്, ഒരു ചെടിയാണിത്. ഒരു ചെടിയല്ല, ഒരു കൃഷി എന്നാ പറയുന്നത്, നമ്മൾ കൃഷി ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് കിഴങ്ങ് പോലുള്ള ഇഞ്ചി വർഗത്തിൽപ്പെട്ട ഇത് കിട്ടും. അത് നല്ല വിലയുള്ളതാണ്. ഉണ്ട്, വലിയൊരു മൂടാണ് ഈ കിടക്കുന്നത്. നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന കവുങ്ങാണ് ഇത്. ഇത്രയും 1-2 മൂടുണ്ട് ഇവിടെ മുറ്റത്ത്. പിന്നെ നമ്മുടെ പറമ്പിലൊക്കെ കവുങ്ങുകളുണ്ട്. ഈ കവുങ്ങിൻ മങ്ങള എന്ന പേരിലാണ് ഈ കവുങ്ങിനെ അറിയപ്പെടുന്നത്. മങ്ങള ഈ കവുങ്ങിൻ്റെ പേരാണ്. മങ്ങള വർഗത്തിൽപ്പെട്ടതാണ്. കണ്ട് കൊച്ചു കാപ്പി. ഇത് ഉയർത്തി പോകുന്ന കാപ്പി വർഗമല്ല. ഇതിലൊക്കെ ഇപ്പോൾ പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴും ഇതിൽ കായ്കളാണ്. പക്ഷേ കുരങ്ങന്മാരെ നമുക്ക് തരത്തില്ല. ഇത്രയും കുറേ മൂടുണ്ട്. വേണ്ടേ, കുറച്ച് മൂടുണ്ട്. ഇത് കണ്ടോ, വാനില കയറി കിടക്കുവാണേ. ഇത് പൂവിടുമ്പോൾ ഇതിൻ്റെ പരാഗണം ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഈ പൂവിടുമ്പോഴേ വെളുപ്പിനെ നമ്മൾ വന്ന് ആ പൂവിൻ്റെ അകത്തെ മറ്റൊരു പൂവിൽ നിന്നും ഒരു ഈർക്കിലോ വല്ലതും പൊടിയെടുത്ത് വേറൊരു പൂവിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് പരാഗണം ചെയ്യിപ്പിക്കുന്നത് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാനങ്ങനെ ചെയ്തിട്ടുമുണ്ട്. എനിക്ക് 3-4 കാ പിടിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഇഷ്ടം പോലെ വാനില വള്ളി കയറി കിടപ്പുണ്ട്. വേണ്ടേ, അടുത്ത മരത്തെ കയറി കിടക്കുന്നു. ഇങ്ങനെ കുറേ മരങ്ങളിൽ ഇങ്ങനെ വാനില കയറി കിടപ്പുണ്ട്. വാനിലയുടെ തണ്ട് ആവശ്യമുള്ളവർ വരിക, ഞാൻ തണ്ട് മുറിച്ച് തരുന്നതായിരിക്കും. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം തണ്ട് ആവശ്യമുണ്ടെന്നും പറഞ്ഞ് ഇടുക്കിയിൽ നിന്ന് ഒരു ആൾ വന്നിരുന്നു. പിന്നെ അന്ന് ഞാൻ തണ്ട് കൊടുത്തുമില്ല. പിന്നെ ഓർക്കുന്നത് അയ്യോ തണ്ട് കൊടുക്കേണ്ടിയായിരുന്നെന്ന്. ഇഷ്ടം പോലെ തണ്ടുകൾ ഇവിടെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ കറ പെരളാങ്കിലുണ്ടല്ലോ, ദേഹത്ത് പുരണ്ടാൽ ഭയങ്കര ചോറിച്ചിലാണ്. ഒരു തണ്ടയിൽ ഇങ്ങനെ ഒടിക്കുമ്പം കറ വരും. നല്ല കട്ടിയുള്ള ഇല. പിന്നെ ഏലം വെച്ചിട്ടുണ്ട്. ഏലം നമുക്ക് ഇവിടെ ഒരു 2 മൂട് ഏലമേ ഞാൻ നട്ടിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ ചുവട്ടിൽ ഇനിയും കാടുകളും കാര്യങ്ങളും എല്ലാം പറിച്ചു കൊടുക്കണം. ശരം പൊട്ടിയതായിരുന്നു. ഈ വർഷം ഇനിയും പൊട്ടുമായിരിക്കും. ഇത് ചുവടിനെയും വൃത്തിയാക്കി കൊടുക്കണം. ഇത് കണ്ടോ, ഇതാണ് ചീരച്ചേമ്പ്. ഇതിൻ്റെ ഇലയും തണ്ടും ഒരുപോലെ ഭക്ഷ്യയോഗ്യമാണ്. തോരനോ കറികളോ ഒക്കെ വയ്ക്കാം. ഇതിൻ്റെ ഇളം തണ്ടുകളും ഈ തണ്ട് കൊള്ളാം. വേണ്ട ഈ തണ്ട് ഇപ്പം ഞാൻ കൈ പിടിച്ചേക്കുന്ന ഈ ഇലയും തണ്ടും എല്ലാം കൊള്ളാം. വേണ്ടേ, മറ്റൊരു കാപ്പിയാണ് ഈ നിൽക്കുന്നത്. തേലും പൂവിടാൻ തുടങ്ങുകയാണ്. നമ്മൾ ഈ കഥ പറഞ്ഞ് നിന്നാൽ ശരിയാകില്ലല്ലോ, നമുക്ക് ഒട്ടുപാലിടേണ്ടതുണ്ട്. ഇപ്പോഴേ ഈ കഴിഞ്ഞ വർഷം എൻ്റെ ഈ പ്ലാവ് ഒടിഞ്ഞു പോയതായിരുന്നു. പിന്നെ മോനെ പകുതിക്ക് വെച്ച് മുറിച്ച് നിർത്തിയേക്കുകയാണ്. പൊട്ടിക്കിളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചുവട്ടിൽ ചക്ക ഉണ്ടാകാൻ തുടങ്ങുന്നുണ്ട്.
പിന്നെ നമ്മുടെ കറിവേപ്പ് ആണ്. ഇത്തിരി പല കറിവേപ്പുണ്ട്. ഇത് ഇടയ്ക്ക് വെച്ച് ഞാൻ വെട്ടി ഒടിച്ച് കളഞ്ഞതാണ്. പെരയ്ക്ക് മുകളിൽ കിളന്നാലേ ദോഷമാണെന്ന് ആരോ പറയുന്നത് കേട്ടു. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ എനിക്കാണ് ദോഷം സംഭവിച്ചേക്കുന്നത്. കാരണമെന്ന് പറഞ്ഞാൽ കറിവേപ്പില ഇലകളുണ്ടാകുന്ന തീരെ അങ്ങ് മുരടിച്ചു പോയി. ഇവിടെയും കാപ്പി ഇതിപ്പുണ്ട്. അമ്മ പറയുന്നത് കേൾക്കാം, ഇതിൻ്റെ ഈ എത്തത്ത് കമ്പ് ഒടിച്ചു വെച്ചാൽ കിളിർക്കുമെന്ന്. ഇതാ കണ്ടോ, ഒരു ആത്ത കിളിച്ച് വരുന്നുണ്ട്. കായ്കളൊന്നും ആയില്ല. വേറെ ഒരു ആത്ത ഉണ്ടായിരുന്നേ, അത് ഉണങ്ങിപ്പോയി. ഇനിയും ഇത് കായാകണം. ഇതാണ് ചീമച്ചേമ്പ്. ഞാനിവിടെ കുറച്ച് ചീമച്ചേമ്പൊക്കെ നട്ടിട്ടുണ്ട്. ഇത് ജാതിയിലൊക്കെ പൂവുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ചെറിയ പൂവും കായും എല്ലാം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ വേറെയും ജാതികളുണ്ട് ഇവിടെ. ഇത് ചൂടലും ഒക്കെ ഉണ്ടെങ്കിൽ, മരച്ചൂടലുണ്ടെങ്കിൽ കായ്ക്കാൻ ഭയങ്കര പ്രയാസമാണ്. ചൂടലെല്ലാം വെട്ടി ഒതുക്കി കൊടുക്കേണ്ടതാണ്. ഇതെല്ലാം ചൂടലിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കായ്വ് കുറവായിരിക്കും. കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് കുരുമുളക്. നമുക്ക് കുരുമുളക് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴേ കുരുമുളക് ഇതൊക്കെ പൊട്ടാണ്. വിളഞ്ഞ് തുടങ്ങി. നമ്മുടെ സ്ഥലത്ത് കുരുമുളകൊക്കെ വിളഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് ഈ വർഷം പറിച്ചെടുക്കാൻ നേരമായി. ഇത് ഒരു നോനിയലാണ് ഈ വള്ളി കയറി കിടക്കുന്നത്. ഈ കുരുമുളക് വള്ളി കയറി കിടക്കുന്നത് ഒരു നോനി വൃക്ഷത്തേലാണ്. കണ്ടോ, ഇത് നോനി എന്ന് പറയും. ഇതിൻ്റെ കായ്കൾക്ക് ഭയങ്കര മണമാണ്. പക്ഷേ ഇത് ക്യാൻസറിനെ അകറ്റുമെന്ന് പറയുന്നു. സ്കിന്നിലുണ്ടാകുന്ന ക്യാൻസറിന് ഏറ്റവും നല്ല ഇതിൻ്റെ ജ്യൂസ് കുടിച്ചാലെന്ന് പറയുന്നു. ഞാനിതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പഴത്തിന് എന്തോ ഒരു മണമാണെന്നറിയാമോ? ഒരു വൃത്തികെട്ട മണമാണ്. കാണാമോന്നറിയത്തില്ല. ഇതാണ് ലക്ഷ്മിത്തരു. ഇതും ക്യാൻസറിന് ഒരു കീമോതെറാപ്പി ചെയ്യുന്നതിന് തുല്യമാണെന്ന് പറയുന്നു. ഇതിൻ്റെ ഇല ഇട്ട് വെള്ളം കുടിച്ചാൽ. അറിയില്ല, ആരും പരീക്ഷിക്കണ്ട. ഞാൻ കേട്ടതും പറഞ്ഞതേ ഉള്ളൂ. ഇതിൻ്റെ ഇല കുറച്ച് പേരൊക്കെ ഇവിടുന്ന് ഇതിൻ്റെ ഇലകൾ പറിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഇതാണ് ലക്ഷ്മിത്തരു. അതായത് ഒരു മൃഗഡോക്ടർ ഇവിടെ വന്നിരുന്നു. അങ്ങേര് ഇതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് പോയി. അന്ന് ആർക്കും ഇത് ഇല്ലായിരുന്നു, നട്ടിട്ടില്ലായിരുന്നു. അപ്പോഴേ ആദ്യമായിട്ട് ഇവിടെ കണ്ടപ്പോഴേ അങ്ങേര് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് പോയി. അപ്പം അയാളാണ് ഈ വിവരം എന്നോട് പറഞ്ഞത്. ഇതേലും കൊടി പിടിച്ച് കിടപ്പുണ്ട്. കൊടി നല്ലതായിട്ട് പിടിക്കും ഇതേലും. അടുത്തത് ഇതാ എന്താണെന്നറിയാവോ? ഇതാണ് സർവ്വസുഗന്ധി. കടലക്കറിക്ക്, ഇറച്ചിക്കറിക്ക് ഒക്കെ ഇതിൻ്റെ ഇല ഇട്ടാൽ, നമ്മൾ മസാല ഇടുന്നതിന് പകരം ഇതിൻ്റെ ഇല ഇട്ടാൽ മതിയാകും. സർവ്വസുഗന്ധി. ഇത് ഒരുപാട് പടർന്ന് പന്തലിച്ചായിരുന്നു. വെട്ടിക്കളഞ്ഞതാണ്. എന്നിട്ട് വെട്ടിക്കളഞ്ഞിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള ഇലകൾ എടുക്കാൻ ഇലകൾ കിട്ടും. വെയിലായതുകൊണ്ട് ഇലകൾ കാണാമോന്നറിയത്തില്ല ശരിക്ക്. അതായത് ഒരില ഞാൻ പറിച്ച് കാണിക്കാം. വെയിലില്ലാത്തടത്ത് വെച്ച് കണ്ടോ, ഇതാണ് ഇല. ഇതേലും കൊടി പിടിച്ച് കിടപ്പുണ്ട്. ഇത് വലിയൊരു റംബൂട്ടാനാണ്. ഈ വർഷം ഇതിൻ്റെ ചൂടലെല്ലാം വെട്ടി മാറ്റണമെന്നും വിചാരിക്കുന്നു. നമ്മുടെ അടുത്ത വീടുണ്ട്, അവരുടെ പെരപ്പുറത്തെ കാകളെല്ലാം വീണ് ഭയങ്കര നാശമാകുന്നുണ്ട്. വലയിടാൻ വർഷങ്ങളിൽ ഓരോരുത്തർ വരുന്നതാണ്. ഈ കഴിഞ്ഞ വർഷം വന്ന അഡ്വാൻസ് വന്നിട്ട് പോയി, പിന്നെ വന്നിട്ടേ ഇല്ല വലയിടാൻ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ റംബൂട്ടാനുണ്ടായതെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇതുണ്ടല്ലോ, ഇതും വെട്ടിക്കളഞ്ഞതാണ്. ഇത് കരിനൊച്ചി എന്ന് പറയും. ഇത് എണ്ണ കാച്ചാനും വേദിടുന്നവരൊടിച്ചുകൊണ്ട് പോയി ഇലയിട്ട് വെള്ളം
വെന്ത് കുളിക്കാനും എല്ലാം ഉപയോഗിക്കുന്നതാണ്. വേദനയും കാര്യങ്ങളും എല്ലാം മാറും. ഇതാണ് നാടൻ കാപ്പി. ഇതിൻ്റെ കാപ്പിക്കുരുവിന് നല്ല വിലയാണ്. ഇതിൻ്റെ കാപ്പിക്കുരുവിന് നല്ല വില കിട്ടുന്ന കാപ്പിക്കുരുവാണ്. അതുമല്ല നല്ലതായിട്ട് ഏറെ ഉണ്ടാകുകയും ചെയ്യും ഈ കാപ്പി. ഇതേലെ കുറച്ച് കാപ്പിക്കുരുവുണ്ട്, ഇനിയും പറിച്ചെടുക്കണം. പഴുത്തിട്ടുണ്ട്. കുരങ്ങ് വന്ന് ഭക്ഷിക്കുന്ന മുമ്പേ നമുക്ക് ഇത് പറിച്ചെടുക്കണം. തിന്നാൻ നല്ലതാണ്. ഞാനേ ഈ കാപ്പിക്കുരു തിന്നും. കുരു കളയും. അതിൻ്റെ ആ മാതളം ഉണ്ടല്ലോ, നല്ലൊരു മധുരമുണ്ട്. ഇതാ ഒരു പ്ലാവേല് വെല്ലം ഈ ഇത് കയറി കിടക്കുകയാണ്, വാനില. ഇവിടെ ചെറിയ വഡ് പ്ലാവാണ് വെച്ചേക്കുന്നത്, ആ ഒരു പറമ്പ് മുഴുവനും. അതേപോലെ ചക്ക ഉണ്ടാകാറുണ്ട്. ഞാൻ തുണിയിട്ട് പൊതിഞ്ഞ് കെട്ടി വെച്ചേക്കുവാണ്. കുരങ്ങന്മാർ തിന്നും. ഉണ്ടായി തുടങ്ങിയതേ ഉള്ളൂ. പിന്നെ മേളിലോട്ട് മലയിഞ്ചിയാണ്, റബ്ബറും മലയിഞ്ചിയുമാണ്. പിന്നെ ഈ പുരയിടം മുഴുവനും കൊടിയെ കവുങ്ങ് എല്ലാം ഉണ്ട്. അങ്ങനെ പുകപ്പരേന്ന് ഒട്ടുപാലെല്ലാം ഞാൻ വാരിയിട്ടു. അത് പച്ചയാണ്. ഇങ്ങനെ ഒട്ടുപാറയും വാരിയിട്ടു. അപ്പോഴേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണേ.